ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അഗാരോന്റെ വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ ആണ്. ഈ ഒരു വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്ലോറിലുള്ള നനവും പൊടിയും വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അഗാരോന്റെ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച ബിൽഡ് ക്വാളിറ്റി, ഹൈ പെർഫോമൻസ്, കുറഞ്ഞ പ്രൈസിങ്, അതാണ് അഗാരോന്റെ ഹൈലൈറ്റ്. നിങ്ങൾക്ക് നല്ലൊരു വാക്യൂം ക്ലീനർ വാങ്ങണം, നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു മോഡലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മേജർ ബ്രാൻഡുകളുടെ ഏതൊരു മോഡൽ നിങ്ങൾ വാങ്ങിയാലും ഈ ഒരു പെർഫോമൻസോ ഈ ഒരു ക്വാളിറ്റിയോ ഇത്രയും ഓപ്ഷൻസോ നിങ്ങൾക്ക് ലഭിക്കില്ല. ബോക്സിനകത്തായിട്ട് വാക്യൂം ക്ലീനർ, ഫ്ലെക്സിബിൾ ഓസ്, മെറ്റൽ ട്യൂബ്, ഫ്ലോർ കാർപ്പറ്റ് ബ്രഷ്, വെള്ളം വലിച്ചെടുക്കാനുള്ള ബ്രഷ്, മൾട്ടി പർപ്പസ് ബ്രഷ്, കോർണർ നോസില്, ഡസ്റ്റ് ബാഗ്, ഫിൽറ്റർ, മാനുവൽ ബുക്ക്, വാറണ്ടി കാർഡ്. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ആണ്. SS-ലാണ് ടാങ്ക് വന്നേക്കുന്നത്. 21 ലിറ്ററാണ് കപ്പാസിറ്റി. ലോക്കും മെറ്റലിലാണ് വരുന്നത്. മൂവ് ചെയ്യാനായിട്ട് വീലുകൾ വരുന്നുണ്ട്. മോട്ടോർ യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമുക്കിവിടെ ഒരു സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. 1600 വാട്ട്സ് ആണ് മോട്ടറിന്റെ പവർ വരുന്നത്. സെക്ഷൻ പവർ 21.5 കിലോ പാസ്കലാണ്. ഇനി ഉപയോഗിക്കാനായിട്ട് ആദ്യം ഡസ്റ്റ് ബാഗ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് മോട്ടോർ യൂണിറ്റ് വെച്ച് കൊടുക്കുക. ഈ ഒരു ഡസ്റ്റ് ബാഗ് നിങ്ങൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. ഈ ഒരു ഡസ്റ്റ് ബാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഡസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടല്ല, മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഉപയോഗിക്കുന്ന സമയത്ത് ഡസ്റ്റ് എല്ലാം കളക്ട് ചെയ്യണത് ഈ ഒരു ടാങ്കിലാണ്. ഈ ടാങ്കിൽ കളക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലായിട്ടാണ് മോട്ടോർ യൂണിറ്റ് വരുന്നത്. അതിലേക്ക് പൊടി കയറി ആ ഒരു മോട്ടോർ യൂണിറ്റ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഒരു ഡസ്റ്റ് ബാഗ് യൂസ് ചെയ്യണത്. ഇനി ഫിൽറ്റർ സെറ്റ് ചെയ്യുക. ഈ ഒരു മോഡലിന് ബ്ലോവർ വരുന്നുണ്ട്. ഉപയോഗിക്കുന്ന സമയത്ത് ശക്തിയായിട്ട് എയർ ഇതുവഴി പാസ് ചെയ്യും. അത് ഫിൽറ്റർ ചെയ്യാനായിട്ട് ഫിൽറ്റർ സെറ്റ് ചെയ്യുക. ഫ്ലെക്സിബിൾ ഓസ്, ഇതിലേക്ക് മെറ്റൽ ട്യൂബ് കണക്ട് ചെയ്യുക. നമ്മളുടെ ആവശ്യാനുസരണം ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്താണോ ക്ലീൻ ആക്കാനായിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള ബ്രഷ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലോറാണ് ക്ലീൻ ആക്കാനായിട്ട് പോണത്. അതിനു വേണ്ടി ഫ്ലോർ ബ്രഷ് എടുത്തേക്കണ്. ഇതിൽ നമുക്ക് ഇത്തരത്തിൽ വീലുകൾ കാണാനായിട്ട് സാധിക്കും. ഫ്ലോറിലൂടെ വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. നമുക്ക് ഇത്തരത്തിൽ അവിടെ ഒരു സ്വിച്ചും വരുന്നുണ്ട്. ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രഷ് പുറത്തു വരുന്നത് കാണാം. ഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. ഫ്ലോറിലുള്ള നനവ് ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. ഇനി സോഫ, കർട്ടൻ അത്തരത്തിലുള്ളത് ക്ലീൻ ആക്കാനായിട്ട് മൾട്ടി പർപ്പസ് ബ്രഷാണ് യൂസ് ചെയ്യണത്. അത് കണക്ട് ചെയ്ത് കൊടുക്കുക. കോർണർ ക്ലീൻ ആക്കാനായിട്ട് കോർണർ നോസിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബ്ലോവർ കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പൈപ്പ് എടുത്ത് ഇവിടെ കണക്ട് ചെയ്യുക. ഫിൽറ്റർ ഊരി ഇവിടെയും സെറ്റ് ചെയ്യുക. ഈ രീതിയിൽ പൊടി പുറത്തോട്ട് അടിച്ച് കളയാൻ വേണ്ടിയാണ് ബ്ലോവർ യൂസ് ചെയ്യണത്. പലരും ബ്ലോവർ ഉപയോഗിക്കാറില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ബ്ലോവർ എന്ന് പറയുന്നത്. പല കാര്യങ്ങൾക്കും നമുക്കത് യൂസ് ചെയ്യാം. ഈ ഒരു മോട്ടോർ യൂണിറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് വാഷബിൾ ആണ് കേട്ടോ. ഈ ഒരു കേബിളിന്റെ ലെങ്ത് വരുന്നത് 5 മീറ്റർ ആണ്. നോർമൽ പ്ലഗ് ആണ് വരുന്നത്. ഫ്ലെക്സിബിൾ ഓസിൽ ഇത്തരത്തിൽ ചെറിയ ഓപ്പണിംഗ് വരുന്നുണ്ട്. സെക്ഷൻ പവർ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും തുണിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളരെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി നമുക്കിത് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ കുറയും. വളരെ എളുപ്പത്തിൽ നമുക്കത് റിലീസ് ആക്കാനും സാധിക്കും. 1 ഇയർ ആണ് പ്രൊഡക്റ്റിന്റെ ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നത്. 6029 രൂപയാണ് ഇപ്പോൾ ഓൺലൈനിൽ പ്രൈസ് കിടക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു പെർഫോമൻസിൽ, ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ, ഇത്രയും ഓപ്ഷൻസിൽ നിങ്ങൾക്ക് വേറൊരു വാക്യൂം ക്ലീനർ കിട്ടില്ല. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ലിങ്ക് താഴെ കൊടുത്തേക്കാം.